ഒരു റോയൽ എൻഫീൽഡ് ബൈക്ക് എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ബൈക്കിൽ X5 ടയർ ഇട്ടാലോ? ഒരു റോയൽ എൻഫീൽഡിനെ അമേരിക്കൻ ചോപ്പർ ബൈക്കാക്കി മാറ്റിയിരിക്കുന്നതാണ് അടുത്ത സെഗ്മെന്റിൽ. ഇരുചക്ര വാഹന പ്രേമികളുടെ സ്വപ്നവാഹനത്തിൽ ഒന്നാണ് അമേരിക്കൻ ചോപ്പർ ബൈക്കുകൾ. പവറെടുത്ത് പോകുന്നതിനേക്കാൾ ഒരു മിതമായ വേഗത്തിൽ ആസ്വദിച്ച് റൈഡ് ചെയ്തു പോകുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം. ഇത്തരത്തിലൊരു ബൈക്കിനെയാണ് എൻഫീൽഡിൽ തീർത്തിരിക്കുന്നത്. സാധാരണ എൻഫീൽഡിനെ വെച്ച് താരതമ്യം ചെയ്യാനേ സാധിക്കില്ല. ആകെയുള്ളത് എഞ്ചിനും ചേസിസ് നമ്പറും മാത്രം. മുൻഭാഗത്തു നിന്ന് നോക്കിയാൽ ചെറിയ ഹെഡ്ലാമ്പാണ്. വാഹനത്തിന്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതായി തന്നെ അനുഭവപ്പെടൂ. കട്ടിയുള്ള നീളം കൂടിയ മുൻ ഫോർക്കുകൾ. വാഹനത്തിന്റെ ബോഡി മുഴുവൻ മനോഹരമായ ഗ്രാഫിക്സ് പതിപ്പിച്ചിരിക്കുന്നു. മുൻപിൻ ടയറുകൾ അലോയ് വീലുകളാണ്. മുൻ ടയറിൽ ഡിസ്ക് ബ്രേക്ക് ഘടിപ്പിച്ചു. ടേൺ ഇൻഡിക്കേറ്ററുകൾ വളരെ ചെറുതുമാണ്. ഇത്തരത്തിൽ എൻഫീൽഡിനെ മോഡിഫൈ ചെയ്യാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വാഹന ഉടമയായ ജോമോൻ: ഞാൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കാണാറുണ്ട്, അമേരിക്കൻ ചോപ്പർ വണ്ടികൾ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് വളരെ ആഗ്രഹം തോന്നി, ഇങ്ങനെ ഇന്ത്യയിൽ ഒരെണ്ണം ഇറക്കണം, ഇങ്ങനെ ഒരു വണ്ടി ഇറക്കണം എന്നുള്ളത്. പക്ഷെ അങ്ങനെ നോക്കിയപ്പോൾ അതിന് ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് നമുക്ക് നാട്ടിലുള്ളൊരു വണ്ടിയിൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് നാട്ടിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരു ഫ്രണ്ടിനെ കിട്ടി. അപ്പോൾ ആളത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആളുടെ കഴിവ് കാരണം എനിക്കിങ്ങനെ ഒരു വണ്ടി ഇറക്കാൻ പറ്റി. ഞാൻ കുറേ ഡിസൈൻസ് കൊടുത്തിരുന്നു. പക്ഷേ ആളെൻ്റെ അടുത്ത് ആ ഡിസൈൻ വേണ്ട, നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് എതിര് പറയാറില്ല. ആളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. നമ്മൾ ആൾക്ക് ഇങ്ങനെ ആളുടെ കഴിവിനനുസരിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചതിനായിട്ടും കൂടുതൽ നന്നായി എനിക്ക് വണ്ടി കിട്ടി. ക്രാഷ് കാർഡ് ഘടിപ്പിച്ചിരുന്ന ഭാഗത്ത് കലപ്പയുടെ ഡിസൈനിലുള്ള എഞ്ചിൻ കാർഡ്. ഫ്രണ്ട് ഫോർക്കിൽ നിന്ന് ഹാൻഡിലേക്കുള്ള കണക്ഷൻ പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അത് മനോഹരമായി പ്ലേറ്റ് ചെയ്തിരിക്കുന്നു. വളരെ പരന്നതും വീതിയുള്ളതുമായ ഇന്ധന ടാങ്ക്. അതിൽ 2 ഫ്യൂവൽ ലിഡ് ഘടിപ്പിച്ചു. ടാങ്കിൽ BMW ലോഗോ പതിപ്പിച്ചു. ടാങ്ക് സീറ്റിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. സീറ്റിന് പുറകിലായി അല്പം ഉയരത്തിലായാണ് പുറക് മഡ്ഗാർഡ്. അതിനു മുകളിൽ പുറകിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്കായി ഘടിപ്പിച്ച സീറ്റ്. ചേസിൽ കുറേ മാറ്റം വരുത്തിയിട്ടുണ്ട്. ചേസ് നന്നായി നീളം കൂട്ടിയിട്ടുണ്ട്. ഇത് മൊത്തം നീളം വന്നിട്ടുള്ളത് 112 ഇഞ്ചാണ് നീളം. ബാക്ക് ടയർ യൂസ് ചെയ്തിട്ടുള്ളത് BMW X5 ടയറാണ്. പിന്നെ ഫ്രണ്ട് നന്നായി ലോങ് ആയിട്ട് നീളം കൂട്ടിയിട്ടുണ്ട്. അതായത് ഈ ചോപ്പറിന് ഇങ്ങനെയാണ് വരാം, ഈ ഒരു വണ്ടിക്ക് ഇങ്ങനെയാണ് രീതിയിലാണ് വരാം. അതുകൊണ്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തിട്ടുള്ളത് സൈലൻസർ. പിന്നെ എല്ലാ വണ്ടിയേക്കാളും മാറ്റമായിട്ടുള്ളത് ഈ വണ്ടി ബെൽറ്റ് ഡ്രൈവാണ്, സാധാരണ ചെയ്യാനല്ല. അത് മാറ്റം വരുന്നത്. പിന്നെ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ മൊത്തം വളരെ ഒരു ഭംഗിയാക്കി ചെയ്തു എന്ന് മാത്രം. പുറത്തുനിന്ന് ഇപ്പോൾ കൊടുന്നിട്ടുള്ളത് ടയർ മാത്രമേ കൊടുന്നിട്ടുള്ളൂ. അലോയ് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. അതായത് കോയമ്പത്തൂരൊന്നും പോകാണ്ട് നമ്മൾ തന്നെ ചെയ്തതാണ്. പിന്നെ ഫ്രണ്ട് അലോയ് വാങ്ങിച്ചതാണ്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തതാണ്. ഒരു വണ്ടിയിൽ നിന്ന് നമ്മൾ എൻജിൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എൻജിനും ചേസിൻ്റെ നമ്പറും മാത്രം. ബാക്കിയെല്ലാ ചേസും എല്ലാ സാധനങ്ങളും നമ്മൾ വേറെ ഉണ്ടാക്കും. നമ്മൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഇത്രയും വലിയ ടയർ ഇടുമ്പോൾ വലിയ കുറയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതിനാൽ നമ്മൾ മറ്റേ സ്പോക്കറ്റിൽ ചേഞ്ചൊക്കെ വരുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വലിക്കിപ്പോൾ ഒന്നും യാതൊരു മാറ്റങ്ങളില്ല. സാധാ ബുള്ളറ്റ് എങ്ങനെ ഓടിച്ചു നടക്കുമോ അതേപോലെ ഓടിച്ച് നടക്കാം. സൈഡ് പാനലുകൾ പ്രത്യേക തരത്തിൽ ഘടിപ്പിച്ചു. എഞ്ചിൻ ഭാഗം, സൈലൻസർ തുടങ്ങിയവയെല്ലാം നന്നായി പ്ലേറ്റ് ചെയ്തിരിക്കുന്നു. സൈലൻസർ ഒരു പ്രത്യേക തരത്തിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തത്. ബ്രേക്ക് ലിവറും ഗിയർ ലിവറും
അല്പം മുമ്പിലേക്ക് മാറ്റി കാൽ നിവർത്തി വെക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എഞ്ചിനോട് ചേർന്ന് ഫിൽറ്ററിന് ഒരു കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നു. പുറകു ടയറിന് താഴെയായി നമ്പർ പ്ലേറ്റും ബ്രേക്ക് ലൈറ്റും ഘടിപ്പിച്ചു. പുറകു ടയറും ഡിസ്ക് ബ്രേക്കാണ്. ജോമോന്റെ പത്നി ഈ വാഹനത്തിന്റെ രൂപമാറ്റത്തിന് പൂർണ്ണ പിന്തുണ കൂടി നൽകിയപ്പോൾ നിർമ്മിക്കാനുള്ള ചെലവ് ഒരു പ്രശ്നമേ ആയില്ല. ഇത് 3.5 ലക്ഷം രൂപയുടെ അടുത്ത് മൊത്തം ചിലവ് നമുക്ക് വന്നിട്ടുണ്ട്, വണ്ടി അടക്കം. ഫിയറ്റ് 500ഉം അതുപോലെ തന്നെ അമേരിക്കൻ ചോപ്പർ ബൈക്കിൻ്റെ ആ ഒരു പ്രവർത്തനവുമൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ വാഹന സംബന്ധമായ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം ടു ദ പ്രൊഡ്യൂസർ, ഫാസ്റ്റ് ട്രാക്ക്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ ജില്ല. കൂടാതെ നിങ്ങൾ കാണാൻ വിട്ടുപോയിട്ടുള്ള